വളരെ രുചികരമായ മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ്. കോവിലകം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാലും ഇത് മോശമാകില്ല. അപ്പോൾ നമ്മളിതാ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ തൊലി നമുക്കൊന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ സാധാരണ നാട്ടുമാങ്ങയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞു കളയാൻ പറ്റും, ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് സാധാരണ മാങ്ങ എടുത്ത് നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങ വേണം എടുക്കാൻ. അപ്പോൾ നമ്മളിതൊരു കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മളൊരു കോവിലകം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിൻ്റെ പ്രത്യേകത. അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാമ്പഴ പുളിശ്ശേരി. ഇനി നമുക്കതിലേക്ക് മാങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഈ മാങ്ങയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 1/4 കപ്പ് തേങ്ങ, 1 പച്ചമുളകും 1 നുള്ളു ജീരകവും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയാലും ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ നമുക്ക് കുറച്ചുകൂടി വേവാനായിട്ട് ഇതിലെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. ആ ഒരു സമയം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് അരക്കുന്നവരുണ്ട്. അങ്ങനെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഈ മാമ്പഴ പുളിശ്ശേരി പെട്ടെന്ന് തന്നെ കേടാകും. അപ്പോൾ തേങ്ങ അരച്ചതും ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ട തൈര് മിക്സിയിലൊന്ന് നമ്മൾ വിപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉലുവ അതുപോലെ കടുക് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അരവൊക്കെ തിളക്കുന്ന ഒരു സമയം നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടുമാങ്ങ കിട്ടുമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. പശു നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.